യൂറോപ്പിൽ അശാന്തിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കഴിഞ്ഞ 3 വർഷവും 10 മാസങ്ങളിലുമായി നടന്നുകൊണ്ടിരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സൗദി കേന്ദ്രമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന റഷ്യൻ അനുകൂല യുദ്ധവിരാമ ചർച്ചകൾ എങ്ങും എത്താതെ പോയിരുന്നു. എന്നാൽ അതേ ഫോർമാറ്റിൽ നിന്നും അധികമൊന്നും വ്യതിചലിക്കാതെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 28 ഇന കരാറുകൾ അംഗീകരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യത്തിലേക്ക് ഉക്രൈൻ എത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കരാർ എങ്ങനെയായിരുന്നാലും ഉക്രൈനിൽ സമാധാനമുണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ട്രംപ് താൻ നൊബേൽ നേട്ടത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തത് 9 മാസങ്ങൾക്കുള്ളിൽ താൻ 8 യുദ്ധങ്ങൾ ഇല്ലാതാക്കിയെന്നായിരുന്നു. ഏതായാലും 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ ഇന്നുവരെ ശമനമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ലോക ജനത. കഴിഞ്ഞയാഴ്ച ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം അമേരിക്കയുടെയും യുക്രൈൻ്റെയും ഉദ്യോഗസ്ഥന്മാർ ചേർന്നായിരുന്നു സമാധാന കരാറിന് അന്തിമ രൂപം നൽകിയത്. 2 രാജ്യങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്തിമ സമാധാന കരാറിന് രൂപം നൽകിയത് എന്നും ഇത് ഏറ്റവും ഉചിതമായ സമാധാന പദ്ധതി ആണ് എന്നും റഷ്യയിലും ഉക്രൈനിലും ഉടൻ പ്രതിനിധികളെ അയക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന 28 ഇന പോയിന്റുകളെ കുറിച്ചോ അതിൻ്റെ ഫൈനലിനെ കുറിച്ചോ ഉള്ള വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല എങ്കിലും അബുദാബിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കരാർ ചർച്ചകൾക്കിടയിൽ അതിൻ്റെ പ്രധാന നിബന്ധനകൾ തങ്ങൾ അംഗീകരിച്ചതായി നവംബറിൽ ഉക്രൈൻ അറിയിച്ചതോടെയാണ് യുദ്ധത്തിൻ്റെ പരിസമാപ്തി ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. ഈ കരാർ അനുസരിച്ച് ഉക്രൈൻ്റെ കിഴക്കൻ ഡോൺബാസ് മേഖലയും ക്രിമിയയും ഉപേക്ഷിക്കുകയും ഒപ്പം നാറ്റോ അംഗത്വം വേണ്ടെന്ന് വെക്കുകയും ചെയ്യാൻ ഉക്രൈൻ നിർബന്ധിതരായേക്കാം. ഇത് എത്രത്തോളം അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ നയതന്ത്ര സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും കൂടുതൽ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ റഷ്യയ്ക്ക് നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന ഉക്രൈനിയൻ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും കൈവശം വയ്ക്കാനും ഉക്രൈൻ കൈവശം വെച്ചിരിക്കുന്ന ചില പ്രദേശങ്ങൾ ഏറ്റെടുക്കാനും അനുവാദമുണ്ടാകും. ഇതുകൂടാതെ ഡൊണസ്ക്, ലുഹാൻസ്ക് എന്നീ യുക്രൈനിയൻ ഒബ്ലാസ്റ്റുകളെ യുഎസും മറ്റുള്ളവരും യഥാർത്ഥ റഷ്യൻ പ്രദേശമായി അംഗീകരിക്കണമെന്നും കരാർ വ്യക്തമാക്കുന്നുണ്ട്. ഉക്രൈൻ്റെ സൈനികരുടെ എണ്ണം 6 ലക്ഷമായി പരിമിതപ്പെടുത്തണമെന്നും നാറ്റോ അംഗത്വത്തിന് പകരം ഉക്രൈന് യൂറോപ്യൻ യൂണിയനിൽ ചേരാമെന്നുമുള്ള നിർദ്ദേശങ്ങളും കരാറിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊക്കെ തത്വത്തിൽ ഉക്രൈന് തിരിച്ചടി നൽകുന്നതാണ് എങ്കിലും റഷ്യ ഉക്രൈനിൽ വീണ്ടും അധിനിവേശം നടത്തിയാൽ സുരക്ഷാ ഗ്യാരണ്ടി നൽകുവാനും നിർണായകമായ ഏകോപിത സൈനിക പ്രതികരണം നടത്തുവാനും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും പുതിയ റഷ്യൻ പ്രദേശത്തിൻ്റെ അംഗീകാരം ഉൾപ്പെടെയുള്ള കരാറിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങളും റദ്ദാക്കപ്പെടുമെന്നും കരാർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചാലോ മോസ്കോയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലോ മിസൈലുകൾ വിക്ഷേപിച്ചാലോ ഈ ഗ്യാരണ്ടി ഇല്ലാതാകും. ഉക്രൈനിൽ നിന്നുള്ള സാമ്പത്തിക പദ്ധതിക്കുള്ള റഷ്യൻ ഉപരോധങ്ങൾ നീക്കുകയും ഉക്രൈൻ്റെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടെടുക്കാനുള്ള ഈ പദ്ധതിയിൽ ഉക്രൈനിയൻ നഗരങ്ങളുടെ പുനർനിർമ്മാണം, ഉക്രൈൻ്റെ സാങ്കേതിക വ്യവസായത്തെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വികസന ഫണ്ട്, ഖനനത്തിലും വാതകത്തിലുമുള്ള നിക്ഷേപങ്ങൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ ഏകദേശം $100 ബില്യൺ ഉക്രൈനിൽ നിക്ഷേപിക്കപ്പെടും എന്നുമാണ് റിപ്പോർട്ടുകൾ. ആ ശ്രമത്തിന് നേതൃത്വം നൽകുന്നത് അമേരിക്കയാണ്. യൂറോപ്പ് $100 ബില്യൺ കൂടി സംഭാവന ചെയ്യും. സമാനമായ പുനരുദ്ധാരണ പാക്കേജുകൾ റഷ്യയ്ക്ക് അനുകൂലമായും ധാരണയിലായിട്ടുണ്ട്. കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ഉക്രൈന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമെങ്കിലും ആത്യന്തിക ലക്ഷ്യം സമാധാനമാണ് എന്നും അത് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിതെന്നും പോരാട്ടവും കൊലപാതകവും ഒക്കെ നിർത്തലാക്കുക എന്നതാണ് ലക്ഷ്യം എന്നുമുള്ള നിലപാടിലാണ് ട്രംപ്.